ലൂർദ് മാതാവിന് സുരേഷ് ഗോപിയുടെ വക സ്വർണ്ണ കിരീടം. മാധ്യമങ്ങളിലെ വാർത്ത കണ്ടപ്പോഴേ ആദ്യം ചിന്തിച്ചത് 10 രൂപ ലാഭിക്കാൻ വേണ്ടിയിട്ട് പോണ്ടിച്ചേരിയിൽ കൊണ്ടുപോയി കാർ രജിസ്റ്റർ ചെയ്ത മനുഷ്യസ്നേഹിയാണ്. അതെന്തെങ്കിലും ആവട്ടെ എന്ന് ചിന്തിച്ചിരിക്കുമ്പോൾ അതാ വരുന്നു അടുത്ത വാർത്ത. ലൂർദ് മാതാവിന് സുരേഷ് ഗോപി നൽകിയത് ചെമ്പിൽ സ്വർണം പൂശിയ കിരീടമാണെന്ന്. അപ്പം എനിക്ക് ഓർമ്മ വന്നത് നമ്മുടെ ഭാസ്കരനെയാണ്, സാക്ഷാൽ തട്ടാൻ ഭാസ്കരനെ. ചുരുങ്ങിയത് 10 പവനെങ്കിലും വേണം. 10 പവൻ ഒരു പണത്തൂക്ക് അങ്ങോട്ടും ഇല്ല ഇങ്ങോട്ടും ഇല്ല. ഇതൊന്നും നടക്കാൻ പോകുന്നില്ല. നമ്മൾ കല്യാണം കഴിക്കാനും പോകുന്നില്ല. മനുഷ്യ ഇതിനകത്ത് ചെമ്പു ഇപ്പൊ എങ്ങനെയാണ് തട്ടാൻ പറ്റിയോ? അന്ന് നിങ്ങളൊക്കെ എന്നെ കളിയാക്കിയില്ലേ? 10 പവൻ ഒരു പെണ്ണിന് കൊടുത്ത ഞാൻ ഒരു പൊട്ടനാണെന്ന് വരെ പറഞ്ഞില്ലേ? ഞാൻ കൊടുത്തത് ചെമ്പ, ചെമ്പ്. 10 പവൻ സ്വർണമെന്ന് പൊക്കി കാണിച്ച മാല പിന്നീട് പണയം വെക്കാൻ എത്തിച്ചപ്പോഴാണ് തനി ചെമ്പാണെന്ന് അറിഞ്ഞത്. ഭാസ്കരേട്ടന്റെ ബുദ്ധി റോക്കറ്റ് തന്നെ. ഇവിടെ കിലോ കണക്കിന് സ്വർണം കൊണ്ടൊരു കിരീടം മാതാവിന് വെച്ചു കൊടുത്തു. മാതാവിന് അപ്പം തന്നെ അറിയായിരുന്നു ഗോപി തന്നെ തട്ടിപ്പാണെന്ന്. അതുകൊണ്ട് കിരീടം ചാർത്തി കൊടുത്ത അടുത്ത നിമിഷം തന്നെ മാതാവ് തട്ടിക്കളഞ്ഞിരുന്നല്ലോ. അതിന്റെ അർത്ഥം ഇപ്പോഴാണ് പിടികിട്ടിയത്. എടുത്തോടെ പോടാ, ആളെ പറ്റിക്കാൻ അവന്റെ ഒരു ചെമ്പ് കിരീടം എന്നായിരിക്കും മാതാവ് അന്ന് പറഞ്ഞിട്ടുണ്ടാവുക. ചെമ്പു തകിട്ടിൽ സ്വർണം പൂശിയതാണ് കിരീടമെന്നും ഇതിന് വളരെ കുറച്ച് സ്വർണം മാത്രമാകുമെന്നാണ് കഴിഞ്ഞ മാസം ചേർന്ന കത്തീഡ്രൽ പാരിഷ് കൗൺസിലിന്റെ വിലയിരുത്തൽ. അതിനാൽ ഇത് സംബന്ധിച്ച് കൃത്യമായ മൂല്യനിർണ്ണയം നടത്താനുള്ള നീക്കത്തിലാണ് ഭാരവാഹികൾ. ഏതായാലും അങ്ങനെയൊരു മൂല്യനിർണ്ണയം ഉടനെ ഉണ്ടാകട്ടെ. മാതാവിനെ പറ്റിച്ച മനുഷ്യസ്നേഹിയുടെ ആ തൃശൂർ സ്നേഹം പുറത്തു വരേണ്ടത് അനിവാര്യമായ ഒന്നല്ലേ? ഏതായാലും മാതാവ് അത് പണയം വെക്കാൻ കൊണ്ടുപോവാതിരുന്നത് ഭാഗ്യം. ഇല്ലെങ്കിൽ മാതാവിനെ പോലീസ് പിടിച്ച് അകത്തിട്ടേനെ. ദൈവങ്ങളെ വരെ പറ്റിച്ച് ജീവിക്കുന്ന ഒരു മനുഷ്യസ്നേഹി ഇനി ഉണ്ടാവില്ല. ഇതോടെ കഴിഞ്ഞാൽ വംശനാശാണ്.